എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബിരിയാണി മാഞ്ഞാലി ബിരിയാണി. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ സാൾട്ട് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് വെച്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇനി ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ജീരകശാല കൈമ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ജീരകശാല കൈമ റൈസ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കാം. 1 മണിക്കൂർ വരെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല സ്വാദുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബിരിയാണിയുടെ ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ ഇട്ട് കൊടുക്കാം. ഒരു നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് അതിൽ നിന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. ചിക്കന് നന്നായിട്ട് ഉപ്പും മുളകും മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ മസാല, അതായത് ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ 3 സവാള ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 സവാള ചെറുതായി അരിഞ്ഞ് ഈ പാത്രത്തിലിട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സറിൻ്റെ ജാറിലിട്ടിട്ടാണ് ഞാനത് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. സാധാരണ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് തക്കാളി ഒഴിക്കാറ്. എന്നാൽ അതിൻ്റെ തൊലിയൊന്നും ഇങ്ങനെ പൊളിഞ്ഞ് കാണത്തില്ല. നന്നായി വഴറ്റി കൊടുക്കുമ്പോൾ ഇതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മാഞ്ഞാലി ബിരിയാണിയിൽ പുതിനയില ഉപയോഗിക്കുകയില്ല. ഇവിടെ നല്ല മസാല നന്നായി റെഡിയായി വന്നിട്ട് ഇതിൽ 1 സ്പൂൺ ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ടും കൂടി ചേർത്ത് നന്നായി മസാല വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വെന്ത് വരണം. അതിനായിട്ട് നമ്മൾക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതാണ് മാഞ്ഞാലി ബിരിയാണിയിൽ ഈ മസാലയ്ക്കുള്ള പ്രത്യേകത. ഈ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നതോടെ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് നന്നായി എൻഹാൻസ് ചെയ്യും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി വയ്ക്കാം. ഇനി ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബിരിയാണി അരി സ്റ്റെയിനറിലിട്ട് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 വലിയ സവാള നേരത്തേതായി അരിഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞ് ഈ ഓയിലിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിയുടെ മുകളിൽ നമ്മളിടുന്ന സവാള ഉണ്ടല്ലോ, അതാണിത്. അത് ഈ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി വഴറ്റി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾക്ക്
വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് മാഞ്ഞാലി ബിരിയാണിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗാർലിക്കാണ്. അപ്പോൾ ഗാർലിക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് വലിയ ഗാർലിക്കാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3 ഗാർലിക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് ചെറിയ ഗാർലിക്കാണല്ലോ, പക്ഷെ അതിന് കരിശം നല്ല എരിവും ഇത് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് 2 ഗാർലിക്ക് എടുത്താൽ മതിയാവും. അത് ചെറിയതായി പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ടും ചേർത്ത് നന്നായി തിളക്കാൻ വേണ്ടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ സോൾട്ട് ഒന്ന് നല്ല സോൾട്ട് ഉണ്ടായിരിക്കണം, നല്ല ഉപ്പ് ഉണ്ടായിരിക്കണം ആ വെള്ളത്തിന്. എന്നാലും മാത്രമേ ആ ബിരിയാണി അരിക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് സ്റ്റെയിനറിൽ നമ്മൾ വെള്ളം ആറാൻ വേണ്ടി വെച്ച ബിരിയാണി അരി നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരും. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന പുതിനയിലയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മസാല, പിന്നെ നമ്മുടെ ബിരിയാണി റൈസ്. ഇനി തലശ്ശേരി ബിരിയാണിയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ദമ്മിടുന്നില്ല മാഞ്ഞാലി ബിരിയാണിക്ക്. അത് സെപ്പറേറ്റ് വേറെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലേറ്റിലെടുക്കുന്ന സമയത്ത് ഒന്നിക്ക് മസാല ഇട്ട് അതിന് ശേഷം റൈസ് ഇട്ടിട്ട് പ്ലേറ്റിൽ തന്നെ അമർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ. അല്ല എങ്കിൽ ആദ്യം റൈസ് ഒരു ബൗളിലിട്ട് അമർത്തി പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം മസാല ഇതുപോലെ സൈഡിൽ കോരി ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വളരെ സൂപ്പറാണ്. തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ല. തലശ്ശേരി ബിരിയാണിക്ക് നമ്മൾ ഇത്രയധികം മസാല ചിക്കനിലും മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നില്ല. അതായത് ഗാർലിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളകൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടുതൽ മുളക് പൊടി, ബാക്കി ഗരം മസാലയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും മസാലേൻ്റെ അകത്ത് നെയ്യ് ഒഴിക്കുന്നില്ല. മാഞ്ഞാലി ബിരിയാണി ആകുമ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ പുതിനയില ഉപയോഗിക്കില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവും. അങ്ങനെ ഇതുപോലെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയനും സവാള ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ്, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ കമൻറ്റ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മുടെ ഈ ബിരിയാണിയുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് forget to like, share and subscribe. See you in next video.